ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് W26 പ്ലസിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ അൺബോക്സിങ് നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഈ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഇതിൻ്റെ CPU, അതുപോലെ തന്നെ വാച്ച് സൈസ്, വാട്ടർ പ്രൂഫ് ലെവല്, അതുപോലെ തന്നെ മറ്റു ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഈ ഒരു ബോക്സിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്, സ്മാർട്ട് വാച്ച് പ്ലസ് ചാർജർ പ്ലസ് മാനുവൽ, അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫിറ്റ്നസ് ബാൻഡിൽ ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും, സ്പോർട്സ്, ഹാർട്ട് റേറ്റ്, തെർമോമീറ്റർ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എനിവേ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ അൺബോക്സിങ് ചെയ്താൽ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ആ ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓണായി കിടക്കുന്നതൊക്കെ കേട്ടോ. ഓക്കെ, പിന്നെ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. പിന്നെ ചാർജർ ഇത് ഞാൻ വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ചാർജിങ് കേബിൾ ഇതുപോലെ ഒരു മാഗ്നറ്റ് ടൈപ്പാണ് വരുന്നത്. മാഗ്നറ്റ് ടൈപ്പ് ഇതുപോലെ ഇവിടെ മാഗ്നറ്റ് ചെയ്യുന്ന ടൈപ്പിലാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ 4 സെൻസർ കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ സെൻസർ എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ചാർജിങ്, മാഗ്നറ്റ് ചാർജിങ് ആണ്. അതിനുള്ള ആ USB-യുടെ ആ ഒരു കണക്ഷൻ. പിന്നീട് നമുക്ക് വരുന്നത് ബോക്സിൽ ആ ഒരു യൂസർ മാനുവലാണ്. ആ യൂസർ മാനുവലിൽ ഇപ്പുറത്ത് ഇംഗ്ലീഷിലായിട്ട് കൊടുത്തിട്ടുണ്ട്, എങ്ങനെ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്റ്റീവ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഈ ഒരു വാച്ച്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കസ്റ്റം വാച്ച് ഫേസ് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇനി ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വാച്ചിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ ബ്രൈറ്റ്നസ് നമുക്കൊന്ന് കുറച്ച് വെക്കാം, എന്നാൽ നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു വാച്ചിൻ്റെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റിങ്സിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ സെറ്റിങ്സ് ആണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഡിസ്പ്ലേ ഭാഗത്താണ് അതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. ഇവിടെ 3 എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ലാസ്റ്റിലേക്ക് ആക്കാം. ഇപ്പോൾ ഇത്തിരി ക്യാമറയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഡിവൈസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന വാച്ച് ഫേസുകൾ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ വാച്ച് ഫേസുകൾ കാണാം. ഈ ഒരു വാച്ച് ഫേസ് ഞാനിതിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മൾ ഇനി ചെയ്യും. ഓക്കെ, ഇത് മറ്റൊരു വാച്ച് ഫേസ്, അങ്ങനെ ഒരു 7ഓളം വാച്ച് ഫേസ്, ഇത് 7 ആണെന്ന് തോന്നുന്നു, നോക്കട്ടെ കേട്ടോ. 1 2 3 4 5 6 7. ഓക്കെ, 7 വാച്ച് ഫേസുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഇൻബിൽട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫുൾ ഡിസ്പ്ലേ തരുന്നൊരു വാൾപേപ്പറാണിത്. അപ്പോൾ ഇത് തന്നെ കിടന്നോട്ടെ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ ഇതുപോലെ കണക്ഷൻ്റെ കാര്യം, ബാറ്ററി ലെവൽ എത്രയാണ്, ഇപ്പോൾ ലോ ആണ് കേട്ടോ, കുത്തിവെക്കണം നമുക്ക്. പിന്നീട് മറ്റ് QR കോഡിൻ്റെ ഓപ്ഷൻ, ആക്റ്റീവ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള, ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ. പിന്നെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ, ഡിവൈസ് നെയിം ഞാനിവിടെ എൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്, അതൊക്കെ നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഇനി ചെയ്യും. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻ്റായിട്ട് പിൻ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഇത്തരത്തിൽ സ്മാർട്ട് സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, 9 ആപ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ 9 സ്മാർട്ട് സ്റ്റൈലിലിട്ട് കാണിച്ചു തരാം. അപ്പോഴാണ് ആപ്പിൾ വാച്ചിൻ്റെ ആ ഒരു ലുക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയാണ് ഇതിൻ്റെ മെനു ഭാഗങ്ങൾ വരുന്നത്. ഇത് നമുക്ക് ഈ ക്രോൺ വർക്കിംഗ് ആണ്, അപ്പോൾ സൂം ഔട്ടൊക്കെ നല്ല രീതിയിൽ ചെയ്യാം. W26 വാച്ചിലേക്ക് വരുമ്പോൾ അതിൻ്റെ ക്രോൺ വർക്കിംഗ് അല്ല, ഇതിൻ്റെ ക്രോൺ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് സൂം ഔട്ടും പിന്നെ ഫുള്ള് സൂം ചെയ്താൽ ആ ഒരു ആപ്ലിക്കേഷൻ തുറന്നു വരും. ഏത് ആപ്ലിക്കേഷൻ ആണോ എടുത്തിട്ടുള്ളത് അത് ഫുള്ള് സൂം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ കോൾ ഹിസ്റ്ററി അത് നമ്മൾ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യണം, അപ്പോഴാണ് അത് ഓപ്പൺ ആയി വരുള്ളൂ. ഇപ്പോൾ ഹാർട്ട് ടെമ്പറേച്ചർ, അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ബാക്കിലായിട്ടൊരു 4 സെൻസറുകൾ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 9 ആപ്സിൻ്റെ മോഡലിലാക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തു ഈ ഒരു ഓപ്ഷനിൽ 9 ആപ്സ്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആ ഒരു രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഓരോ 1 by 1 ആയിട്ട് ക്ലിയറിൽ പറഞ്ഞു പോകാം. ഫസ്റ്റ് ആയിട്ട് ഇതിൽ കോണ്ടാക്റ്റ്, അതുപോലെ തന്നെ കോൾ ചെയ്യാനുള്ള ആ ഒരു ഭാഗം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വന്നു. അതുപോലെ തന്നെ അലാരം അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അലാരം സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇത്. അതിൽ നമുക്ക് അലാരം സെറ്റ് ചെയ്യാനൊക്കെ പറ്റും.
ഇവിടുന്ന് നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസിൻ്റെ ആ കാര്യങ്ങൾ കാണിക്കുകയാണ്. മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നേരെ നമ്മൾ ഇത് മെനുവിലേക്ക് പോകും. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെയിലി എക്സസൈസ്, സ്പോർട്സ് പരമായ ആ ഹെൽത്ത് പരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള ഓപ്ഷൻ. പിന്നെ മുകളിൽ ഇതുപോലെ ചെറുതായിട്ട് ടൈം അവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് മെനുവിലേക്ക് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റായിട്ട് വരുന്നത് കോണ്ടാക്റ്റിൻ്റെ ഓപ്ഷൻ, പിന്നെ കോള് ചെയ്യാനുള്ള ആ ഒരു ഡയൽ ആണെന്ന് തോന്നുന്നു. ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഡയലാണ്. അപ്പോൾ ഇതിൻ്റെ ടച്ചൊക്കെ കാര്യങ്ങളൊക്കെ നല്ല റെസ്പോണ്ട്, നല്ല വർക്കിംഗ് ആണ് കേട്ടോ. ടച്ചൊക്കെ നല്ല വർക്കിംഗ് ആണ്. കോൾ ചെയ്യാൻ ഇത് ക്ലിക്ക് ചെയ്യുക. ബ്ലൂടൂത്ത് ആയി കണക്ട് ചെയ്യണം നമ്മൾ ആക്റ്റീവ് എന്ന ആപ്ലിക്കേഷൻ മുഖേന. അപ്പോൾ കണക്ട് ചെയ്താൽ നമ്മളെ ആ ഒരു കോണ്ടാക്റ്റിൽ ലിസ്റ്റിലുള്ള എല്ലാ ആളുകളുടെയും നെയിം അവിടെ എഴുതി കാണിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നാൽ ആ ഒരാൾക്ക് കോൾ പോവുകയും ചെയ്യും. ഓക്കെ, അതായത് ഇതിൽ സെർച്ച് ചെയ്യുകയും ചെയ്യും കേട്ടോ. ആ ഒരു നമ്പർ നമുക്ക് ഇതെടുത്ത ശേഷം കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ ആ നെയിമുകൾ സെർച്ച് ചെയ്യാനും പറ്റും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. ഇത് കോൾ ഹിസ്റ്ററി, ലാസ്റ്റ് വിളിച്ചത് ആ ഒരു കോൾ ഹിസ്റ്ററി നോക്കാനുള്ള ആ ഒരു ഓപ്ഷൻ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് കോൾ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ മെസ്സേജുകൾ, നമ്മളെ മൊബൈൽ ഫോണിൽ വന്ന മെസ്സേജുകൾ ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല നമ്മൾ. പിന്നെ ഈ ഒരു ഓപ്ഷനിൽ ഇതും നമ്മൾ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് മെസ്സേജുകൾ വരാനുള്ള ആ ഒരു ഓപ്ഷൻ തന്നെയാണ്. പിന്നീടായിട്ട് വരുന്നത് ഈ ഒരു ഓപ്ഷനാണ്. ഇതിൽ നമ്മൾ ഡിവൈസിൻ്റെ നമ്മൾ ആ ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ എൻ്റെ ഒരു നെയിം കൊടുത്ത് ആ ഒരു ഡിവൈസ് കണക്റ്റ് ആക്കിയിരുന്നു. അപ്പോൾ അതാണ് അവിടെ നെയിം കാണിക്കുന്നത്, മുഹമ്മദ് റംഷാദ് എന്ന്. പിന്നെ ഇത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു പെഡോമീറ്റർ, നമ്മൾ എത്ര ദൂരം നടന്നു ആ കാര്യങ്ങളൊക്കെ, അതിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആ ഒരു ഓപ്ഷൻ. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ 9 ആപ്സ് നമ്മൾ നേരത്തെ ക്രമീകരിച്ച് മുകളിൽ നിന്ന് സ്വൈപ്പ് അപ്പ് ചെയ്ത് നോക്കി ആ ഒരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, ഇത് നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും നമ്മൾ മറന്നു വെച്ച് പോയി, ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ ആ ഒരു പരിധിയിൽ നിന്ന് എവിടെയെങ്കിലും മറന്നു വെച്ച് പോയി, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്ലൂടൂത്ത് ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്താൽ ആ ഒരു ഡിവൈസ് അവിടെ അലാരം അടിക്കും. അതുപോലെ തന്നെ മറ്റ് ആ ഡിവൈസിൽ നിന്നും ഇതുപോലെ ഇങ്ങോട്ട് തിരിച്ച് ആക്കാനും പറ്റും. ആ ഒരു ആപ്ലിക്കേഷൻ മുഖേന ഫിൻഡ് ഡിവൈസിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വാച്ചും അലാരം അടിക്കും. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സ്പീക്കർ ഗ്രില്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്ക്, ഒരു ക്രോണ്, ഈ ഒരു രീതിയിലാണ് ബാക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ. ഇനി സ്ലീപ്പ് മോഡുണ്ട്. ഇത് നമ്മൾ ഇത് വെച്ച് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം നല്ല ഡീപ്പായിട്ട് ശ്വാസം എടുത്തു, അതുപോലെ തന്നെ ലൈറ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ, ആ ഒരു കാര്യങ്ങൾ അറിയാനുള്ള ഹെൽത്ത് സംബന്ധമായിട്ടുള്ളൊരു. പിന്നെ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്. ഓക്കെ, ഹാർട്ട് റേറ്റ് ഇത് അതുപോലെ ഇവിടെ നമുക്ക് നോക്കി കാണാം. പിന്നെ സ്പോർട്സ് പരമായ എല്ലാ കാര്യങ്ങളുണ്ട്. ക്ലൈമ്പിങ്, റണ്ണിങ്, വാക്കിങ്, ഫുട്ബോൾ. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ, ഒരുപാട് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുകളുണ്ട്. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനുള്ളത്. പിന്നെ അലാരം നമുക്ക് സെറ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സെറ്റ് ചെയ്യാം. പിന്നെ കലണ്ടർ, ഇത് സാധാരണ ഒരു കലണ്ടറാണ്, അങ്ങനെ ഒരു കലണ്ടർ വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്യാൻ നമ്മൾ മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ സൗണ്ട് ക്രമീകരിക്കാനൊക്കെ പറ്റും മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ. ഇനി അടുത്തതായിട്ട് ക്യാമറ നമ്മൾ ആ ആപ്പ് മുഖേന ഷട്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെയാണ്. നമ്മൾ മൊബൈൽ ഫോണിൽ ക്യാമറ എടുക്കുന്ന സമയത്ത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിൽ ക്യാമറ ക്ലിക്കാവും. അപ്പോൾ പിന്നെ ടൈമർ വെക്കാനുള്ള ഓപ്ഷൻ. പിന്നെ ഉള്ളത് കാൽക്കുലേറ്ററിൻ്റെ ആ ചെറുതാണെങ്കിലും ആ കീകളൊക്കെ നല്ല ടച്ച് റെസ്പോൺസീവ് ആണ്, നല്ല രീതിയിൽ ടച്ച് വർക്കിംഗ് ഉണ്ട്. പിന്നെ ഉള്ളത് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഓണായി വരാൻ, അതുപോലെ തന്നെ കോള് അറ്റൻഡ് ചെയ്യാൻ ജസ്റ്റ് സ്വൈപ്പല്ല ജസ്റ്റ് ഷെയ്ക്ക് ചെയ്താൽ കോൾ അറ്റൻഡ് ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷനുകൾ എനേബിൾ ആക്കാനുള്ള ഒരു ഓപ്ഷനാണത്. പിന്നെ ABC എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. സെറ്റിങ്സിൻ്റെ ഓപ്ഷനിൽ നമ്മൾ മൊബൈൽ ഫോണിലുള്ള പോലെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബ്ലൂടൂത്ത് സെറ്റിങ്സ്, ബ്ലൂടൂത്ത് സെറ്റിങ്സ്, അതുപോലെ തന്നെ ക്ലോക്ക്, ഈ ക്രോണ് തിരിച്ചാൽ നമുക്ക് കാണാം. പിന്നെ ഇങ്ങനെയും കാണാൻ പറ്റും കേട്ടോ. ബ്ലൂടൂത്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെയാണ്. പിന്നെ
ക്ലോക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ക്ലോക്ക് നമ്മൾ ടൈം തെറ്റാണെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ. പിന്നെ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ സൗണ്ട്. അപ്പോൾ ഇതിന് സൗണ്ട് നമുക്കൊന്ന് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം, എത്രത്തോളം സൗണ്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്നും കൂടി ഇട്ടുതരാം. സൗണ്ടിൽ നമ്മൾ നേരത്തെ നോക്കിയത് റിംഗ് ടോണ്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു ട്യൂണ് സെലക്ട് ചെയ്യാനുള്ളത്, അങ്ങനെ ഓപ്ഷനുകളുണ്ട്. പിന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെറ്റിങ്സിലുള്ള മൊത്തം ഓപ്ഷനുകൾ, വോളിയം കൂട്ടാൻ കുറക്കാൻ, പിന്നെ ഡിസ്പ്ലേ സെറ്റിങ്സിൽ ബ്രൈറ്റ്നസ് കൂട്ടാൻ, ഡിസ്പ്ലേ ടൈം ഔട്ട് ആവാനുള്ള ടൈം വെക്കാൻ, പിന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എബൌട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ഇതിൻ്റെ ഓപ്ഷനുകൾ വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ സെറ്റിങ്സ് കഴിഞ്ഞാൽ ഇവിടെ O2 എന്ന് കാണാൻ പറ്റും. O2 ക്ലിക്ക് ചെയ്താൽ ഇത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ അളവ് കണക്കാക്കാനുള്ളതെന്ന് തോന്നുന്നു. എത്രത്തോളം അത് വർക്കിംഗ് ആണെന്ന് നമുക്കറിയില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഉള്ളത് ഇത് സ്റ്റാർട്ട് ടെസ്റ്റ്, ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. ഏതോ ആപ്ലിക്കേഷൻ, മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് ഇത് ഉപയോഗിക്കുന്നത് തോന്നുന്നു. പിന്നെ എത്ര നമ്മൾ ഒരുപാട് ടൈം, എത്ര ടൈമിന് നമ്മൾ കൂടുതൽ ഇരിക്കുന്നുണ്ട്, ആ ഒരു മിനിറ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ കൂടുതലായാൽ വാച്ച് അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാച്ച് അങ്ങനെ അറിയിച്ച് തരും, നിങ്ങൾ ഒരുപാട് സമയമായി ഇരിക്കൽ തുടങ്ങിയിട്ട് ഇനി ജസ്റ്റ് ഒന്ന് എണീക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ഒരു വാച്ച് അറിയിച്ച് തരും. അപ്പോൾ ഇത്തരത്തിൽ വാച്ച് ഫേസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഇങ്ങനെ തിരിച്ച് നോക്കിയാൽ ഇവിടെ ഒരുപാട് വാച്ച് ഫേസ്, ഞാൻ നേരത്തെ കാണിച്ചത് പോലെ 7 വാച്ച് ഫേസുകളുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് വാച്ച് ഫേസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം, കസ്റ്റം വാച്ച് ഫേസ് ആയിട്ട്. ഈ ഒരു വാച്ച് ഫേസ് അല്ലാതെ ഒരുപാട് വാച്ച് ഫേസ് ഉണ്ട് കേട്ടോ, നല്ല രസമായിട്ടുള്ള വാച്ച് ഫേസുകളുണ്ട്. അപ്പോൾ വാച്ച് ഫേസുകൾ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും എനേബിൾ ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഞാനിപ്പോൾ ഒരാഴ്ചയായി ഇത് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ, മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് അത്ര കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഒന്നും ലഭിക്കുന്നില്ല. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 1.5 ദിവസമൊക്കെ ഷുവറായിട്ട് ലഭിക്കും. പിന്നെ നമ്മൾ ഡെയിലി യൂസറൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രം വാച്ചിൽ ടൈം നോക്കാൻ വേണ്ടി മാത്രം നോക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ W26 പ്ലസിൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.